അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ എന്തായാലും ആദ്യത്തെ ഒരു പൊട്ടിത്തെറി എന്തായാലും ഇപ്പൊ സംഭവിച്ചിട്ടുണ്ട്. വേറൊന്നുമില്ല, രേണുവിനും ഷാനവാസിനും തലവേദന. ഇക്കാര്യം പ്രോപ്പറായിട്ട് രീതിയിൽ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തിരിക്കുന്ന അനീഷ്ഠയെ കൈകാര്യം ചെയ്തില്ല എന്നാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറിയെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഇത്തരത്തിൽ രേണുവിന് ഇത്തരത്തിലൊരു തലവേദന ഉണ്ട്, അപ്പോൾ ഒരു മെഡിക്കൽ സപ്പോർട്ട് വേണം എന്നുള്ള രീതിയിൽ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തിരിക്കുന്ന അനീഷ്ഠയെ ബിഗ് ബോസിന്റെ അടുത്ത് ആവശ്യപ്പെടുകയും എന്നാൽ ഷാനവാസിന്റെ കാര്യം ഒന്നും തന്നെ ബിഗ് ബോസിന്റെ അടുത്ത് അനീഷ് പറഞ്ഞില്ല. ഉറപ്പായിട്ടോ അതൊരു അനീഷിനൊരു ഗെയിം ആണ് അല്ലെങ്കിൽ സ്ട്രാറ്റജി ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത്തരത്തിൽ ഒരാളുടെ പേര് പറഞ്ഞിട്ട് ഒരാളെ ഒഴിവാക്കുമ്പോഴത്തേക്കും അവിടെയുള്ള മറ്റു പ്ലേയേഴ്സ് എല്ലാവരും തന്നെ അനീഷിനെ പോയിന്റ് ചെയ്യുകയും അപ്പൊ അനീഷ് ഒറ്റപ്പെടുകയും അപ്പൊ ഈ കാണുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അനീഷിനോട് ഒരു സിമ്പതി തോന്നുകയും എല്ലാം ചെയ്യും. അപ്പൊ അത്തരത്തിലൊരു ഗെയിം പ്ലേ ആണെന്നാലും അനീഷ് കളിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഇപ്പൊ എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അനീഷ് എന്തായാലും അനീഷിന്റെ കളികൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ അദ്ദേഹത്തിന് അത് എങ്ങനെ പ്രോപ്പർലി എൻഡ് ചെയ്യണം, എങ്ങനെ തീർക്കണം എന്നുള്ളതിനെ കുറിച്ച് വലിയൊരു ധാരണയുള്ളതായിട്ട് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. കാര്യം പലരും പല ചോദ്യങ്ങളും ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കുന്ന സമയം ഇദ്ദേഹം ഒഴിവായി പോവാന്നുള്ള ഇതിൽ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. കാര്യം ഇദ്ദേഹത്തിന് എന്തൊക്കെയോ ചെയ്യണം എന്നുണ്ട്, പക്ഷെ അത് എങ്ങനെ എൻഡപ്പ് ചെയ്യണം അല്ലെങ്കിൽ അത് എങ്ങനെ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഇദ്ദേഹത്തിന് വലിയൊരു ധാരണയുള്ളതായിട്ട് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല.